വേറെ മാരേജ് വേറെ എന്തുകൊണ്ടില്ല, രണ്ടിതില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിന് ഇങ്ങനെ അവരിങ്ങനെ വളയൊക്കെ കൊണ്ടിടുമ്പോ നിക്കാഹ് കഴിഞ്ഞു എന്നിങ്ങനെ പറയും. അതിനുശേഷം പിന്നീട് സ്റ്റേജിൽ വെച്ചിട്ട് ജനക്ക് മഹറിടുകയും മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുകയൊക്കെ ചെയ്യാം. ഞാൻ ചോദിച്ചത് അങ്ങനെയാണോ എൻഗേജ്മെന്റ്? ഓക്കെ ഓക്കെ. അല്ല, ഇവരെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞത് കണക്കാണ് അല്ലേ? അങ്ങനെയല്ലേ അസ്ന? എനിക്ക് അറിയത്തില്ല. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫ്രണ്ട്സ് അസ്ന ഹണി ആൻഡ് മെൽറ്റഡ് ചോക്ലേറ്റ് സൂപ്പറാണ്. അസ്ന ഹണി ആൻഡ് അതെന്തോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? അസ്നയ്ക്ക് മറ്റേ ആരാ? ഞങ്ങളുടേതും ലവ് മാരേജ് ആണ്. കുട്ടി വന്നിട്ട് ലവ് മാരേജ് ആണെന്ന് ചോദിച്ചത്. ഇത് ഞാൻ പറയാൻ കാര്യം അറിയാവോ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് ഐ മീൻ റിലീജൻ പറയുന്നില്ല, എനിക്ക് ഫ്രണ്ട്സിനെ അങ്ങനെ കിട്ടുന്നത്, മുസ്ലിം ഫ്രണ്ട്സിനെ കിട്ടുന്നത്. അപ്പം കൊറോണ ടൈം ആയപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലായിരുന്നു. കൊറോണ ടൈം അതിന് മുന്നേ എന്റെ ഒരു ഫ്രണ്ടിനെ നിക്കാഹ് ഇങ്ങനെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവള് സ്റ്റാറ്റസ് ഇട്ടു. അപ്പൊ ഞാൻ വളരെ ഷോക്കായി പോയി. ഇവളെന്താ ആരെയും വിളിക്കാതെ അങ്ങനെ വലുതായിട്ട് ഒരു ദൈവം കൂടെ ഉണ്ട്. വേറെ ഉണ്ട് 6 years. ഓക്കേടാ, ഞാൻ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് മൂന്നും കഴിക്കും, നല്ലത് മാത്രം പോരാട്, നിങ്ങൾ ദൈവമുണ്ട്, എല്ലാ സപ്പോർട്ടും. നല്ല കാര്യം. അതെ, ദൈവമുണ്ട്. ഹസ്ബൻഡ് സ്ഥലം എവിടെയാണ്? എന്റെ ലൈഫിൽ ലവും ഇല്ല, മാരേജും ഇല്ല, ഒന്നുമില്ല. നിശാന്തന്റെ കണക്കാണ്. നിശാന്തന്റെ കണക്കാണ് പെണ്ണില്ലാത്തോണ്ടുള്ള തീരുമാനങ്ങൾ. വായി നോക്കാൻ പറ്റുമല്ലോ. വായി നോക്കാൻ പറ്റുമല്ലോ. കെട്ടിക്കഴിഞ്ഞവരും വായി നോക്കുന്നില്ലേ? ഞങ്ങൾ വായി നോക്കുന്നുണ്ടല്ലോ. സിംഗിൾ ലൈഫ് സൂപ്പർ. ഞാൻ കമ്മിറ്റഡ് ആയിപ്പോയിട്ടോ. ഞാൻ ഇരിക്കുന്ന മൊത്തം വെയിലായിക്കൊണ്ടിരിക്കുകയാണ്. അസ്ന, ഹസ്ബൻഡ് സ്ഥലം എവിടെയാണ് അസ്ന? അതാണോ വെഞ്ഞാറമൂട് അറിയാവോ എന്ന് ചോദിച്ചത്? ഹസ്ബൻഡ് പ്ലേസ് അവിടെയാണോ? ചേച്ചി ചിലർ എൻഗേജ്മെന്റ് മാത്രം ചെയ്ത് വെക്കും, അല്ലെങ്കിൽ നിക്കാഹ് നടത്തി വെക്കും, എന്നിട്ട് പിന്നീട് എല്ലാവരെയും അറിയിച്ച് ഗ്രാൻഡ് ഫംഗ്ഷൻ വെക്കും. ഫസ്റ്റ് പ്ലേസ് പാലക്കാടാണ്. കല്യാണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ലൈഫ് സൂപ്പറാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ മാരേജിന് മുന്നേ ഞാൻ വീട്ടിലായിരുന്നു. ഐ മീൻ ഫുള്ള് വീട്ടിൽ തന്നെയാണ്. ഞാൻ അങ്ങനെ എങ്ങും പോവാറൊന്നുമില്ല. മാരേജിന് ശേഷമാണ് ഞാൻ ഒരുവിധം പോയി തുടങ്ങിയത് പുറത്തുനിന്ന്. വെച്ചാൽ ഒട്ടും പോകത്തില്ല എന്നല്ല, ഞാൻ എന്റെ വീട്ടിലായിരുന്ന സമയത്ത് അങ്ങനെയല്ല. ഒട്ടുമിക്ക പ്ലേസും ഞാൻ കണ്ടിട്ടുള്ളത് മാരേജിന് ശേഷമാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളത് നിക്കാഹ് കഴിഞ്ഞു. കാളിപുത്തൻ ഹായ് ബ്രോ, ഫുഡൊക്കെ കഴിച്ചോ? ചായ കുടിക്കാനുള്ള സമയമായി, ചായയൊക്കെ കുടിച്ചോ? ചേട്ടന്മാരെ, ചേച്ചിക്കുട്ടി, ഞാൻ വന്നു. ഞാൻ രാധിക ചേച്ചിയുടെ ലൈവില് കണ്ടായിരുന്നു. രാധിക ചേച്ചി ഇന്ന് സാഡായിരുന്നു. വയ്യാത്തതൊക്കെ കൊണ്ട് ആയിരിക്കാം, എന്തോ ഒരു വിഷമം ചേച്ചിയുടെ ഉള്ളിലുണ്ട്. അവിടെ ആരോ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ചേർന്ന് ഇറുക്കിക്കൊണ്ടെന്ന് പോയത്. ഫംഗ്ഷൻ നടത്തും. ഓക്കെ, ചേച്ചിക്ക് എന്തോ ഒരു ഇതുണ്ട്. പോയിട്ടുണ്ടോ നിങ്ങൾ ഡൽഹി? മുംബൈയില്ല ബ്രോ, പോയിട്ടില്ല. ഞാൻ സിംഗിൾ ആയിരുന്നപ്പോഴും ഇല്ല, ഞാൻ കമ്മിറ്റഡ് ആയിട്ടും പോയിട്ടില്ല, മാരീഡ് കഴിഞ്ഞിട്ടും പോയിട്ടില്ല.